ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ സരയുവിന്റെ മനോനിലയിൽ നല്ല വ്യത്യാസം വരിക. അവൾക്ക് സങ്കടം സഹിക്കാനേ പറ്റുന്നില്ല. മനുവിന്റെ അടുത്ത് പോയിട്ട് പരാതിയൊക്കെ പറഞ്ഞു. മനുവേട്ട, എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കണം മനുവേട്ട. ഇവിടെ എൻ്റെ ആ ഭ്രാന്ത് പിടിച്ച തള്ളയും തന്തയും കൂടി ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ള ഒരു നീക്കങ്ങളും നടത്തുന്നില്ല. അവർ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്തെന്നൊക്കെ പറയുന്നത് വെറുതെ. മനുവേട്ടൻ അന്വേഷിക്കണം, നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്തണം. എനിക്ക് നമ്മുടെ മോളില്ലാണ്ട് പറ്റില്ല മനുവേട്ട എന്നൊക്കെ പറഞ്ഞ് ഇവള് ഭയങ്കര സങ്കടത്തിൽ കരയുമ്പോൾ മനുവിൻ്റെ മനസ്സങ്കടം അലിയാണ്. മനുവിനും ഇപ്പതാ നമ്മുടെ ആ ഒരു കൺമണി എന്ന് പറയുന്ന കുഞ്ഞിനോട് കുറച്ചൊക്കെ സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുക. ഇത്രയും കാലവും അത് ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ മനു അച്ഛനായിട്ടുണ്ടെങ്കിലും മനുവിന് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിനോട് സ്നേഹം തോന്നി തുടങ്ങുന്നത്. അങ്ങനെ അവനും ആലോചിച്ചു, ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ബഗാസുരനും ശാരിയും തന്നെയാണെന്ന് നല്ലതുപോലെ തന്നെ മനുവിനറിയാം. അതുകൊണ്ട് തന്നെ ശാരിയുടെ അടുത്തേക്ക് ചെന്നു. ശാരി, സത്യം പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിങ്ങളും അതുപോലെ നിങ്ങളുടെ ഭർത്താവും കൂടി ചേർന്നിട്ടാണോ ആ കുഞ്ഞിനെ ആ പിച്ചക്കാരനെടുത്ത് കൊടുത്തത്? എൻ്റെ പൊന്നുമോനെ, സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ശാരി ഉരുണ്ടുകളി തുടങ്ങി. ശാരിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മനു പല പയറ്റി നോക്കുക. ഒടുവിൽ നമ്മുടെ ശാരി ആ ഒരു കാര്യം അങ്ങോട്ട് ഏറ്റു. സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടത് പൈസയല്ലേ, പിന്നെ നീ എന്തിനാ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുന്നത്? നിനക്ക് തരാനുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് രാഹുലിന് തന്നോളും. അതും വാങ്ങിച്ചോണ്ട് മിണ്ടാണ്ട് ഇവിടുന്ന് പോയിക്കോണം. നീ എന്താ കരുതിയിരിക്കുന്നത്? നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് മുഴുവനും എൻ്റെ മോള് സത്യങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ടല്ലേ? ഇനിയിപ്പോൾ എന്തായാലും ഞാനും എൻ്റെ ഭർത്താവും തങ്ങളിൽ ഈ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അയാളോട് ഞാൻ ക്ഷമിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ മോൾ അറിയുന്ന സമയത്ത് എന്തായാലും അവൾക്ക് ചില ടെൻഷനും ഷോക്കും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതെല്ലാം കരുതിയാടാ ഞങ്ങൾ ജീവിക്കുന്നത്. എന്തായാലും നിന്നെ പോലെയുള്ള ഒരു ആഭാസന്റെ കൂടെ ഇനി ഞങ്ങളുടെ മോള് ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ശാരി ദേഷ്യപ്പെടുക. അപ്പം മനു ആണെങ്കിലോ, അതെടി ശാരി, ഞാനേ ആഭാസന, പക്ഷേ നിന്റെ ഭർത്താവ് ചെയ്തത്രയും തെറ്റൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. കൊള്ളാവുന്ന വീട്ടിലെ, അതും കാശുള്ള വീട്ടിലെ പെൺപിള്ളേരെയല്ലേ ഞാൻ ചതിക്കുന്നത്. അല്ലാതെ മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു മിണ്ടാ പ്രാണിയെ ചതിച്ച് അവളുടെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചൊന്നും അല്ലല്ലോ ഞാൻ നടന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് നിന്റെ കെട്ടിയോനാണ്, ആ ബഗാസുരൻ. എന്തായാലും ഈ സത്യങ്ങൾ മുഴുവനും നിന്റെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിന്റെ ഭർത്താവിൻ്റെ തലമണ്ട തല്ലി പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് മനു നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ശാരിയാണെങ്കിലോ, നീ ഇനി എന്തായാലും ഈ വീട്ടിൽ അധിക കാലം വെച്ച് പൊറപ്പിക്കില്ലടാ നിന്നെ. എത്രയും പെട്ടെന്ന് നിനക്ക് തരാനുള്ളതും തന്ന് നിന്നെ ഇവിടുന്ന് ഞങ്ങൾ പാഴ്സലാക്കുമെന്ന് പറഞ്ഞു. തരാനുള്ളത് താ, അതിനുശേഷം നീ നിന്റെ കെട്ടിയോനും ഒക്കെ സംസാരിക്കുക. തൽക്കാലം ഇപ്പം കാണാതെ പോയ കുഞ്ഞ് അത് എവിടെയാണെന്ന് പറയും. അതായിരിക്കും നിനക്കൊക്കെ നല്ലത്. എടാ, നിനക്ക് എന്തിനാ ആ കുഞ്ഞിനെ? ആ കുഞ്ഞ് എൻ്റെ മോൾക്കൊരു ബാധ്യതയാകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് ആ പിച്ചക്കാരന് കൊടുത്തത്. അപ്പം നിങ്ങൾ കുറ്റം സമ്മതിച്ചു. അതേടാ, ഞാനും എൻ്റെ ഭർത്താവും കൂടി തന്നെ അത് ചെയ്തത്. അല്ലാണ്ട് ചുമ്മാ ഒന്നും അല്ല. എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയം നമ്മുടെ മനു ചോദിച്ചു, അല്ല, ഇത്രയും ഉത്തരവാദിത്വമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം? എടാ, അവളെ ഞാൻ എൻ്റെ മോളായിട്ട് തന്നെയാടാ കാണുന്നത്. ഞാൻ ജന്മം നൽകിയില്ലെങ്കിലും അവൾ എൻ്റെ മോള് തന്നെയാടാന്നൊക്കെ പറഞ്ഞ് ശാരി കട്ടക്കലിപ്പിൽ അകത്തോട്ട് കയറി പോവാ. മനു ആണെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് നിൽക്കുമ്പോഴാണ് കിരണിൻ്റെ വിളി വരുന്നത്. എടാ, നിന്നെ ഒന്ന് കാണണമല്ലോ. എന്താ കിരൺ സാറേ, എന്താ കാര്യം? അല്ല, സരയു അവിടെ ബഹളം വെക്കുന്നതൊക്കെ കേട്ടല്ലോ. സരയുൻ്റെ കുഞ്ഞിനെ കാണാനില്ലെന്നും പറഞ്ഞ്. സത്യം പറയടാ, നീയാണോ ആ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത്? എൻ്റെ പൊന്നു സാറേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കുഞ്ഞിനോട് ഇപ്പോൾ ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയതേ ഉള്ളൂ. അതിനിടയിൽ ഞാൻ അങ്ങനെ കുഞ്ഞുങ്ങളോടൊന്നും ഇങ്ങനെയുള്ള ക്രൂരതയൊന്നും ചെയ്യില്ല. പിന്നെ സരയു ഇപ്പം എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു സങ്കടങ്ങൾ വരുന്നതിലൊന്നും എനിക്കൊരു സഹതാപവും ഇല്ല. പിന്നെ സത്യത്തിൽ ഞാൻ ആ കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കുഞ്ഞിനെ ചെയ്ത ചില ആൾക്കാരെ എനിക്കറിയാമെന്ന് പറഞ്ഞു. നീ അല്ലെങ്കിൽ പിന്നെ ആ രീതിയിലൊക്കെ ആ വീട്ടിൽ ചെയ്യാനായിട്ട് പ്രാപ്തരായിട്ടുള്ളത് എൻ്റെ അങ്കിളും എൻ്റെ ആയിരിക്കുമല്ലോ. സത്യം പറയടാ, അവരാണോ കുഞ്ഞിനെ കൊണ്ടുപോയത്, ആ പിച്ചക്കാരന് നൽകിയതെന്നൊക്കെ ചോദിച്ചു. അത് തന്നെയാ സാറേ സത്യം. ആ പിച്ചക്കാരന് ആ കുഞ്ഞിനെ സമ്മാനിക്കുകയാണ് ചെയ്തത്. അയാൾ 2 ദിവസത്തിനുള്ളിൽ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ നാട് വിടുമെന്ന് കൂടി പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ അതൊന്ന് തീരുമാനമാക്കണമല്ലോ. കിരൺ ഫോൺ വെച്ചതിന് ശേഷം നമ്മുടെ കല്യാണിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കല്യാണിയാണെങ്കിലോ, കിരണേട്ടാ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ? ആ വൃത്തികെട്ടവനും അതുപോലെ ആ സരയു എന്ന് പറയുന്ന അഹങ്കാരിക്കും ജനിച്ചു. അത് മാത്രമല്ല ആ കുഞ്ഞ് ചെയ്ത തെറ്റ്, അത് ഈശ്വരനായിട്ട് ആ കുഞ്ഞിനെ ഇവിടെ വിട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ് അടിച്ച് നമ്മുടെ കല്യാണി എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ രക്ഷിക്കണം കിരണേട്ടാ, ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കിരണിനോട് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുക. കിരണാണെങ്കിലോ, എടോ ഞാനും അത് തന്നെ ആലോചിക്കുന്നത്, താൻ ഒരു കാരണം വെച്ചാലും വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാടോ. അങ്ങനെ കിരണും അതുപോലെ കല്യാണിയും കൂടി പോലീസിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മുടെ സരയുന്റെ കുഞ്ഞിനെ കണ്ടെത്തുക. അതിനുശേഷമാണെങ്കിൽ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുന്ന നമ്മുടെ കല്യാണിക്കാണെങ്കിലോ നല്ലതുപോലെ സങ്കടമായിട്ടോ. എന്താ ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ അതിങ്ങനെ പിച്ചക്കാരുടെ അടുത്ത് വരെ എത്തേണ്ടെന്ന്, അതും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയാണ് ഈ കുഞ്ഞിനെ അങ്ങ് കൊടുത്തത്. അത്രയും അനുഭവിച്ച ആ കുഞ്ഞ് അതിനെ ഇനി എന്തായാലും സങ്കടപ്പെടുത്താൻ പറ്റില്ല. അപ്പറയാണെങ്കിലോ സരയുടെ ആ ഒരു നിലവിളിയും സരയുടെ ആ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഈ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കിരണേട്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഈ കുഞ്ഞിനെ കൊണ്ടുപോയി അവരുടെ ഉമ്മകത്ത് കൊണ്ടുപോയി കിടത്താം. അതുപോരെ? അല്ലെങ്കിൽ പകലാണ് നമ്മൾ കൊണ്ടുപോയി കുഞ്ഞിനെ കൊടുക്കുന്നതെങ്കിൽ ആ സരയു തന്നെ ഇനി ഇതിനൊരു പുതിയ കഥ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് അത് വേണ്ട, ആരും അറിയണ്ട, നമുക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് കിടത്താന്നും പറഞ്ഞ് കിരണും കല്യാണിയും കൂടി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം സരയുടെ വീട്ടുപടിക്കല് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തുകയാണ്. അതിനുശേഷം കോളിംഗ് ബെൽ അടിച്ചിട്ട് ഇവര് പുറത്തേക്ക് പോയതും നമ്മുടെ സരയു വന്ന് നോക്കുക എന്താ ഏതാണെന്നൊന്നും. സരയുന് ഉറക്കം പോലും ഇല്ലല്ലോ. അങ്ങനെ അവൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ പൊന്നോമന അവിടെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച. ഓടിപ്പോയി ആ കുഞ്ഞിനെ എടുത്ത് മാരി ഉമ്മയൊക്കെ കൊടുത്ത് എന്താ സരയുടെ ആ ഒരു സ്നേഹമൊക്കെ കാണണം. ശരിക്കും സരയു നല്ല തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ സരയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്ന കാഴ്ചയും കൊണ്ടുകൊണ്ട് ബഗാസുരനും ശാരിയും കൂടി ഓടി വന്നു. നാശം പിടിച്ച കൊച്ച് ബൂമറാങ് പോലെ തിരിച്ചു വരികയാണല്ലോ. ഇതിനെയാണല്ലോ ദൈവം പിച്ചക്കാരൻ്റെ കയ്യിൽ കൊടുത്തത്. ഇതിനെ ഇനി ആരാ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ ആലോചിച്ച് തലക്ക് കൈ കൊടുക്കുന്ന അവസ്ഥയിൽ നിൽക്കുക. കിരണും അതുപോലെ കല്യാണിയും കൂടി ചേർന്നാണ് കുഞ്ഞിനെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്നത് എന്നുള്ള സത്യം നമ്മുടെ മനുവിനറിയാം. അതുകൊണ്ട് തന്നെ മനുവിനും സമാധാനമായി, കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ. ആ സരയു കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതൊക്കെ കാണുമ്പോൾ മനുവിന്റെ മനസ്സും അലിഞ്ഞു. അങ്ങനെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ നമ്മുടെ മനു ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തായാലും ഇവരെ വിട്ടു പോവേണ്ടതാണ്. എന്നാൽ കൂടിയും എന്തൊക്കെയോ ചില സ്പാർക്കുകൾ മനുവിന്റെ മനസ്സിൽ തോന്നുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരൺ നേരെ വരിക ബഗാസുരനെ കാണാനായിട്ട്. അപ്പൊ ബഗാസുരൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താടാ നീ എന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ. അങ്കിളെ നിങ്ങളങ്ങനെ നല്ല പിള്ള ചമഞ്ഞു പോവൊന്നും വേണ്ട. തന്നെ കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി തന്നെയാടോ ഞാനിവിടെ നിന്നത്. പിന്നെ താൻ ഇത്രയും കാലവും ചെയ്തു കൂട്ടിയ ചെറ്റത്തരങ്ങളൊന്നും തൻ്റെ മകൾ അറിഞ്ഞിട്ടില്ലല്ലോ. അവളെ ഞാനിത് അറിയിക്കാത്തത് അവൾക്കത് വലിയ വിഷമമാകുമെന്നും അവളുടെ സ്വഭാവം എനിക്ക് തന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടുവാ. ചിലപ്പോൾ അവള് ഭ്രാന്ത് മൂത്തു കഴിഞ്ഞാലുണ്ടല്ലോ തൻ്റെ കഴുത്തിന് തന്നെ കുത്തിപ്പിടിക്കടോ എന്നൊക്കെ പറഞ്ഞ് കിരൺ ദേഷ്യത്തോടു കൂടി നമ്മുടെ ബഗാസുരനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പൊ ഈ കിരൺ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ നമ്മുടെ സരയു അപ്പുറം വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇവരെന്താ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുക. എടോ ഇത് കളഞ്ഞല്ലോ താൻ ആ കുഞ്ഞിനെ, തൻ്റെ സ്വന്തം രക്തമല്ലേടോ ആ കുഞ്ഞ്. തൻ്റെ ഭാര്യയ്ക്ക് പിന്നെ അതിൽ വലിയ സങ്കടമൊന്നും വരേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ അത് അവരുടെ കൊച്ചുമോളല്ലല്ലോ. അങ്ങനെ ഒരു കാര്യം കിരണിന്റെ വായിന്ന് വീണതും നമ്മുടെ സരയുള്ളിൽ എന്തൊക്കെയോ ചില സംശയങ്ങൾ വരിക. താര എന്ന് പറയുന്ന സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് വന്ന് താൻ മകളാണെന്നും തന്നെ കാണാനാണ് വന്നതെന്നും ഒക്കെ പറയുന്നതും, അതുപോലെ ഈ ശാരി ഇപ്പൊ കിരണിനെയും കല്യാണിയും ഒക്കെ ഭയപ്പെടുന്നതും, മൊത്തത്തിൽ ഈ വീട്ടിലെ താളം മൊത്തം തെറ്റിക്കിടക്കുന്നതും ഒക്കെ ആലോചിക്കുന്ന സരയുന് ചില സംശയങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നു. അവളാണെങ്കിലും അച്ഛനോടും അമ്മയോടും ഇതൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. എപ്പോഴും അവരോട് പെരുമാറുന്നത് പോലെ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. അതിനുശേഷം അമ്മ എന്താ അമ്മ ഇപ്പൊ പ്രത്യേകിച്ച് അമ്മയുടെ സൗന്ദര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. നേരത്തെ ആയിരുന്നപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോവുകയും അതുപോലെ നല്ല വൃത്തിക്കൊക്കെയാണല്ലോ നടക്കുന്നത്. അമ്മയ്ക്ക് എന്താ അമ്മ ടെൻഷൻ? ശാരിയാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. സത്യങ്ങൾ മുഴുവനും തൻ്റെ മകളോട് പറയാൻ പറ്റാത്ത സങ്കടം. ഈ സങ്കടങ്ങളൊക്കെ ശാരിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശാരിയാണെങ്കിലോ ഒന്നും തന്നെ സോറി കേട്ടോ
ഒന്നും തന്നെ ആരോടും പറയാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ ദാ നമ്മുടെ ശാരിയെ പിടിച്ചെടുത്തിട്ട് സരയു പതുക്കെ ശാരിയുടെ മുടിയൊക്കെ അങ്ങോട്ട് ഈരി കൊടുക്കുകയാണ്. നമ്മുടെ സരയുടെ മനസ്സിൽ മറ്റു ചില ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാണ്ട് ശാരി തൻ്റെ മകൾക്കിപ്പോൾ തന്നോട് ആ ഒരു പഴയ സ്നേഹം വന്നു തുടങ്ങിയല്ലോ എന്നുള്ള സമാധാനത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുക. മുടിയൊക്കെ ദാ നല്ല വൃത്തിക്ക് ഈരി കൊടുത്തതിന് ശേഷം അവളുടെ മുടിനാരിഴകളൊക്കെ എടുത്ത് നമ്മുടെ സരയെ ഒരു കവറിനകത്താക്കുക. എന്നിട്ട് നേരെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നു. പുള്ളിയുടെ പരിചയക്കാരി തന്നെയാണ്. അവരുടെ അടുത്ത് ചെന്നതും ഈ മുടിനാരിഴയൊക്കെ കൊടുത്തിട്ട്, ദേ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് എനിക്ക് അറിയണം. എടി, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നീ എന്തായാലും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാ. അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടടി, ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാ. പിന്നെ നീ ആകുമ്പോൾ സേഫ് ആയിട്ട് കാര്യങ്ങളൊക്കെ നീക്കുമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ റിസൾട്ട് പറയണമെന്നും പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ ഡോക്ടർ കൂട്ടുകാരി അവിടുന്ന് പോയി. അതിനുശേഷമാണെങ്കിലോ സരയു ഇങ്ങനെ കാത്തിരിക്കുക. എന്താണ് ഏതാണ് താൻ സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും തൻ്റെ ആ ഒരു ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടറുടെ വിളി വന്നു. മറ്റൊന്നും പറയാനല്ല, എന്തായാലും താരയുടെ മകളാണ് നമ്മുടെ സരയു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ശാരിയും സരയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഡോക്ടർ നമ്മുടെ സരയുനെ വിളിപ്പിക്കുന്നത്. അവിടെ ചെന്ന് ഈ റിസൾട്ട് അറിയുന്ന സരയുന്റെ കിളികളൊക്കെ പറന്നു പോകാൻ തുടങ്ങി. ഇത്രയും കാലവും താൻ ആട്ടി അകറ്റിയിരുന്ന ആ അമ്മ തൻ്റെ സ്വന്തം അമ്മയാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് ശരിക്കും നമ്മുടെ സരയു തകർന്നു പോവുക. അവരെ തല്ലി വരെ ഇറക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ച് ശരിക്കും പറഞ്ഞാൽ പശ്ചാത്തപിക്കുന്ന നമ്മുടെ സരയുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ വരുന്ന ആഴ്ചയിലെ വിശേഷങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഇതൊക്കെ ഈ ആഴ്ച തന്നെ നടക്കുകയോ ഇല്ലേ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. നമ്മുടെ കഥ കുറച്ച് ലോങ് ആയി നീണ്ടു പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ പ്രകാശനെ കുറിച്ച് ചില കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട്. പ്രകാശ് എന്താ ലക്ഷ്മിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ലേഡിയുടെ പിന്നാലെ നടക്കുന്നതും അതിനിടയ്ക്ക് ഇവരുടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നതും ലക്ഷ്മിയമ്മ ഇടയ്ക്ക് ട്വിസ്റ്റായിട്ട് നമ്മുടെ പ്രകാശിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ഒക്കെയാണ്. എന്തായാലും ആ ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.